Hey guys, welcome back to my YouTube channel. My name is RJ. നമ്മൾ രണ്ട് വീഡിയോ കഴിഞ്ഞു, ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. സോ ഫസ്റ്റ്ലി എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ ഒരു പ്രത്യേക നീഷ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പം നമ്മളൊരു ഒരു പ്രത്യേക ടോപ്പിക്കുകൾ റിലേറ്റഡ് ടോപ്പിക്സിലോട്ട് നമ്മൾ സംസാരിക്കുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യത്തിനെ കുറിച്ച് ഇതിൽ സംസാരിക്കുന്നതാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാർക്കിൻസൺ ലോയെ കുറിച്ചാണ്. സോ ഫസ്റ്റ്ലി നമുക്ക് എന്താണ് പാർക്കിൻസൺ ലോ എന്ന് സിമ്പിൾ ആയിട്ട് അറിയാം. സോ ഇറ്റ് സേസ് ദാറ്റ് വർക്ക് എക്സ്പാൻസ് സോ ആസ് ടു ഫിൽ ദ ടൈം അവൈലബിൾ ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. ഇത്രേ ഉള്ളൂ. അതായത് എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ട് നമുക്കെങ്കിൽ നമ്മൾ അതിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയത്തിനനുസരിച്ച് ആ വർക്ക് അത്ര എക്സ്പാൻഡ് ആയിക്കൊണ്ട്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ആയിരുന്നപ്പം ഈ അവധി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഒരു എന്താ പറയാ ഹോളിഡേ വർക്ക്സ് കിട്ടിയില്ല. നമ്മള് എത്ര ഒരു 2 മാസത്തെ സമയത്ത് നമ്മളത് ലാസ്റ്റ് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു 3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ തീർക്കുന്നത്. അപ്പം ആക്ച്വലി ആ ഹോളിഡേ ഹോംവർക്ക് തീർക്കാൻ 3 ദിവസം അല്ലെങ്കിൽ കഷ്ടിച്ച് ഒരു 5-6 ദിവസം, അതിൽ കൂടുതൽ അതിന്റെ ആവശ്യമില്ല. ബട്ട് നമ്മൾ ആ 2 മാസം മുഴുവൻ എടുക്കും. അതായത് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇരുന്ന് നമ്മൾ കുത്തി കുറിച്ചുകൊണ്ടിരിക്കും. ബട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ലാസ്റ്റ് ഒരാഴ്ച കൊണ്ടായിരിക്കും. അതിനെയാണ് പാർക്കിൻസൺ ലോ ആക്ച്വലി പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെല്ലാം ഇങ്ങനെ ഈ ലോയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം ഇതെല്ലാം വന്നു പോകുന്ന കാര്യങ്ങളാണ്. നമുക്ക് അറിയില്ല എന്നേ ഉള്ളൂ ഇതിനൊക്കെ ഇങ്ങനത്തെ ഒരു വലിയ പേരൊക്കെ ഉണ്ട്. സോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കുറച്ച് കാരണങ്ങളുണ്ട്. നമുക്ക് ആദ്യം അത് മനസ്സിലാക്കാം. സോ ഇതിന് ആക്ച്വലി മെയിൻലി 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം ഒരു ഇല്യൂഷൻ ഓഫ് പ്ലെന്റി ഓഫ് ടൈം. നമുക്കൊരു ഡെഡ് ലൈൻ 2 മാസത്തെ സമയമാണ്. അപ്പൊ നമുക്കൊരു ഇല്യൂഷൻ ഉണ്ട്, 2 മാസം ഇന്നിപ്പോ ചെയ്യണമെന്നില്ല, നാളെ അത് തന്നെ നമ്മൾ വിചാരിക്കും മറ്റന്നാൾ ചെയ്യാം. അതായത് ഓരോ ദിവസം നീട്ടി പോകും. നമുക്കൊരു ഇല്യൂഷൻ ഉണ്ട്, ഒരുപാട് സമയമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നാളെ ചെയ്യാം, നാളെ നീളെ എന്ന് പറഞ്ഞാൽ പോകും. അത് ഒരു വൺ ഓഫ് ദി പ്രശ്നമാണ് ഇതിലുള്ള. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണെന്നറിയില്ല, നമ്മുടെ ബ്രെയിനിന് ലാസ്റ്റ് മിനിറ്റ് പ്രഷർ ഒരു ചെറിയൊരു ഹരമാണ്. അതായത് ചെറുതായിട്ട് എന്തോ ഇഷ്ടമാണ് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് പ്രഷർ. എന്നാൽ അത് നമ്മൾ പല റീസൺസും കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് നമ്മൾ പരീക്ഷയൊക്കെ ആകുമ്പോൾ നമുക്ക് 3 ദിവസം അവധി കിട്ടിയാലും നമ്മളതൊന്നും പഠിക്കില്ല. നമ്മൾ ലാസ്റ്റ് ഒരു രാത്രി ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിക്കും. നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പഠിച്ചാലേ ഓർമ്മ നിൽക്കും എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ അല്ല. നമ്മൾ നേരത്തെ പഠിച്ചാൽ നമുക്ക് ഓർമ്മയൊക്കെ നിൽക്കും. അത് പഠിക്കുന്നതിന്റെ ഒരു രീതിയിൽ നമ്മൾ 1-2 പ്രാവശ്യം റിവിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓർമ്മ നിൽക്കും. എല്ലാവർക്കും അതാണ് കുറച്ചുകൂടെ നല്ലൊരു ബെറ്റർ മെത്തേഡ്. ബട്ട് നമ്മൾ സത്യത്തിൽ നമ്മൾ അതിനൊരു റീസൺ കണ്ടെത്തിയിരുന്നു പറയാം, ലാസ്റ്റ് മിനിറ്റ് പഠിച്ചാൽ ഓർമ്മ നിൽക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഉറക്കം ഒഴിഞ്ഞിരുന്ന ഒരു 5-6 മണിക്കൂർ എന്നൊക്കെ രാവിലെ 3-4 മണിക്കൂർ ഇരുന്നാൽ പഠിക്കുന്നത്. അത് സെക്കൻഡ് ഒരു റീസൺ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ അൺനെസസറി ആയിട്ടുള്ള കുറെ ടാസ്കുകൾ എടുത്ത് അതിനെ വെറുതെ നീട്ടാനായിട്ട്. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു എന്താ പറയാ, ഇപ്പൊ യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലേ, ഞാൻ 5 മാസം മുമ്പ് തുടങ്ങായിരുന്ന കാര്യം. ഞാൻ അപ്പം ഇതിന് അൺനെസസറി ആയിട്ടുള്ള കുറെ ടാസ്ക് എടുത്തു. പ്രൊക്കാസിനേഷനിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. എന്നാൽ ഇതിന് ഞാൻ ആക്ച്വലി എന്താ പറയാ, ടോപ്പിക്കുകൾ റിസർച്ച് ചെയ്യുക, വളരെ വെറുതെ ഇരുന്ന് റിസർച്ച് ചെയ്ത് സമയം കളയുക. അല്ലാതെ എന്താ പറയുക, ഒരുപാട് ഐറ്റംസ് ഡിസ്കവർ ചെയ്യുക, എന്തൊക്കെയാണ് യൂട്യൂബിന് വേണ്ടത്. അതായത് ക്യാമറ സ്റ്റാൻഡ്, ക്യാമറ വേണോ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ റിസർച്ച് ചെയ്ത് സമയം കളയുമായിരുന്നു. സമയം കളഞ്ഞ് 5 മാസം പോയപ്പോഴേ ഞാൻ അറിഞ്ഞ് ഞാൻ ഒന്നും ആയില്ലല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒന്നും കാണാതെ ഒരു ഫിൽറ്റർ ഇല്ലാത്ത രീതിയിൽ വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ചാനൽ ആക്ച്വലി ഞാൻ ഇംഗ്ലീഷിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷിൽ തുടങ്ങുമ്പോൾ എനിക്ക് ഇത്രയും സ്ഫുടതയോടെ സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരും. കാരണം നമുക്ക് ഓൺ ദ സ്പോട്ട് പറയാനൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. മലയാളം അപ്പൊ ഇംഗ്ലീഷിൽ സംസാരിക്കണം. പിന്നെ രണ്ടാമത്തത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എഡിറ്റ് ഒക്കെ ഇടണം, സബ് ടൈറ്റിൽസ് ഇടണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചായിരുന്നു. അങ്ങനെയൊക്കെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എഡിറ്റിംഗ് തന്നെ എനിക്കൊരു 2-3 ദിവസം പിടിക്കും അത് മൊത്തം ചെയ്തു തീരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇല്ല, ഇതൊന്നും വേണ്ട, നമുക്ക് റോ ആയിട്ട് ഇട്ട് തുടങ്ങാം. ഇതിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്യാമല്ലോ. പതുക്കെ പഠിച്ചു പോകാം. ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങിയതിന് ശേഷം നമുക്കൊരു കാര്യം ശരിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ 2-3 പ്രശ്നങ്ങളാണ്. ഇതിന്നും അല്ലാതെയും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങൾക്ക് അങ്ങനെ വല്ല പ്രശ്നങ്ങളും തോന്നുന്നെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇടുക കേട്ടോ. അത് എനിക്കും മനസ്സിലാവും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. എല്ലാവർക്കും മനസ്സിലാവും ഈ വീഡിയോ കാണുന്നത്.
ഓക്കെ ഗൈസ്, നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം സംസാരിച്ച് കാര്യമില്ല. ഇതിൽ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിപ്പോ നമുക്ക് കാര്യം മനസ്സിലായി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? അതാണ് നമ്മൾ ഇനി കണ്ടെത്തുക. എല്ലാവർക്കും ഇത് ശരിയാവണമെന്നില്ല, എന്നാൽ എല്ലാവർക്കും ഇത് ശരിയാവാതിരിക്കണം എന്നുമില്ല. അങ്ങനെ ഒരു കുറച്ച് സൊല്യൂഷൻസ് ആണ്. സോ ഫസ്റ്റ്ലി നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യാനിരിക്കണം, ആദ്യം നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് മാറ്റി വയ്ക്കുക. അതായത് നമുക്കൊരു വർക്ക് പ്ലേസ് വെക്കുക, അവിടെ ഫോൺ സൈലന്റിൽ വെക്കുക, ഇല്ലെങ്കിൽ ദൂരെ വെക്കുക. ആവശ്യമില്ല ഫോണെങ്കിൽ ദൂരെ വെക്കുക, സൈലന്റിൽ വെക്കുക, TV ഓഫ് ചെയ്ത് വെക്കുക. വീട്ടിലാണെങ്കിൽ വീട്ടുകാരടുത്ത് പറയുക, എന്നെ 1 മണിക്കൂറത്തേക്ക് ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് ആ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമ്മളൊന്ന് ലിമിറ്റ് ചെയ്യും. നമുക്ക് എത്ര ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് ആ വർക്ക് നമുക്ക് ഫോക്കസ് ആയിട്ട് ചെയ്യാം. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാം. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ലൈൻ മാറ്റുക. ഒരു 2 മാസം നമുക്ക് സമയമുണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കണ്ട. കുറച്ചൊക്കെ നമുക്കുണ്ടല്ലോ സ്വന്തമായിട്ട്, എന്താ പറയാ, കുറച്ച് കള്ളം പറയേണ്ടി വരും നമ്മുടെ പല കാര്യങ്ങളില്. നമ്മളോട് തന്നെ അത് കള്ളം പറഞ്ഞിട്ട് അത് നമ്മൾ ചെയ്യുക, അപ്പൊ അത് കള്ളം അല്ലാതായി മാറും. അങ്ങനത്തെ ഒരു കാര്യമാണ്. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു എന്താ പറയാ, മണ്ടത്തരമായിട്ട് തോന്നാൻ കേൾക്കുമ്പോ. ബട്ട് ആദ്യം നമ്മൾ നമ്മളോട് തന്നെ കള്ളം പറയും. വേറെ ആരുടെ കള്ളം പറയണ്ട, നമ്മളോട് കള്ളം പറഞ്ഞിട്ട് നമ്മൾ ആ കള്ളം ശരിയാക്കണം. അപ്പോഴ് എന്താ പറയാ, അത് കള്ളമല്ലാതായി മാറില്ലേ. അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പൊ ഫേക്ക് ഡെഡ് ലൈൻസ് കൊടുക്കുക. അതായത് 2 മാസത്തിന് പകരം ഒരാഴ്ച വെച്ചിട്ട് ഇത് തീർക്കേണ്ടതാണ് എന്ന് പറയില്ല. ഇല്ലെങ്കിൽ പ്രശ്നവും. ഒരാഴ്ചയേ ഉള്ളൂ എൻ്റെ സമയം, അത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിട്ട് ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വലിയൊരു ടാസ്കിനെ ഡിവൈഡ് ചെയ്യുക. അതായത് നമുക്കിപ്പം ഒരു 8 ഹോംവർക്കിന്റെ എക്സാമ്പിൾ എടുക്കുന്നത് ഇച്ചിരി സിമ്പിളാണ്. നമ്മൾ എന്തായാലും ഹോംവർക്കുള്ള പ്രായമല്ല എനിക്കും നിങ്ങൾക്കും എന്ന് തോന്നുന്നു. ഉള്ളവർ ഇത് കേൾക്കുക, ഇല്ലാത്തവർ ഒന്ന് റിലേറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക നിങ്ങളുടെ വർക്കിനനുസരിച്ച്. സോ 8 സബ്ജക്റ്റിന്റെ ഹോംവർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറയുകയാണ് 2 ദിവസം ഒരു സബ്ജക്ട്, 2 ദിവസം അടുത്ത സബ്ജക്ട്, 2 ദിവസം അടുത്ത സബ്ജക്ട്, അങ്ങനെ ടൈം കൊടുക്കുക അവർ. മനസ്സിലായില്ലേ? അപ്പം 8 ഹോംവർക്ക് നമ്മുടെ തലയിൽ ഇരിക്കില്ല. ഈ 2 ദിവസം ഞാൻ ബാക്കി 6 എണ്ണവും നോക്കില്ല, 7 എണ്ണവും നോക്കില്ല. ബാക്കി ഒരു സബ്ജക്റ്റിന്റെ മാത്രം ഹോംവർക്ക്. അത് കഴിഞ്ഞ് അടുത്ത സബ്ജക്റ്റ് മാറ്റി അങ്ങനെ നമ്മൾ ടൈം കൊടുക്കുക. 2 ദിവസം തന്നെ ആവണമെന്നില്ല, 3 ദിവസം പിടിക്കുക. എന്നാലും 8 × 3 എത്ര, 24 ദിവസം കൊണ്ട് നിങ്ങൾ കഴിയും. ഒരു മാസം നിങ്ങൾക്ക് പിന്നെ ഫ്രീ ആണ്. നിങ്ങൾ ഒരുപാട് സ്ട്രെയിനും എടുക്കുന്നുണ്ട് ഇതിൽ, അതും കൂടെ ആലോചിക്കണം. നിങ്ങൾ 3 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു സബ്ജക്ട്, എനിക്ക് തോന്നുന്നില്ല 3 ദിവസം എടുക്കുമെന്ന്. എന്നാലും 24 ദിവസം കൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾ ടൈം ബൗണ്ട് ചെയ്ത് എന്താ ചെയ്യാം, അത് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സുഖമായിട്ട് ഒരു മാസം എൻജോയ് ചെയ്തു. സൂപ്പറല്ലേ? അതാണ്. ഇനി 1-2 പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ളതല്ല, എന്നാലും ഒരു ടാസ്ക് നമുക്കുണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ ആ ടാസ്ക് ലാസ്റ്റ് ഡേന്ന് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുക. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഡ്രോൺസ് ഒക്കെ ഉണ്ടാക്കില്ല നമ്മുടെ കൺട്രീസ് ഒക്കെ, അല്ലെങ്കിൽ വലിയ വലിയ എയർക്രാഫ്റ്റ്സ് ഉണ്ടാക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അത് മറ്റ് രാജ്യങ്ങൾ ആ ടെക്നോളജി അവരുടെ കയ്യിൽ ഇട്ടാതിരിക്കാൻ നോക്കുന്നതിന്റെ കാരണം അവർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യും എന്നുള്ളതുണ്ട്. അതായത് ആ എൻഡ് ഗോളിൽ നിന്ന് അവർ ഊരി പിറകോട്ട് പോകും. എങ്ങനെയാണ് ഇത് വെച്ചതെന്നുള്ള രീതി സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുക. ഇത്രയും സിമ്പിൾ അല്ല കാര്യം. അവര് ഓരോ പാർട്സ് ആയിട്ട് ഊരി എടുക്കും, എന്നിട്ട് അതിനെ മനസ്സിലാക്കും. ഓ ഇങ്ങനെയാണ്, ഇത് ഇവിടെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു, അങ്ങനെ അവര് പഠിച്ചെടുക്കും. എന്നിട്ട് അവര് തിരിച്ച് അതേപോലെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കും. ഇങ്ങനെയല്ല, ഇതൊരു ഏറ്റവും എളുപ്പത്തിൽ വരുന്ന ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു തന്നെയാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. സോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടാസ്കിനെ പതുക്കെ, അതായത് ഇത് ഇത്രയും ചെയ്തു തീർക്കാൻ ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ നോക്കില്ല. ഇത് ആദ്യം എല്ലാം കൂടെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ എല്ലാം ശരിയാവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും 24 മണിക്കൂറേ ഉള്ളൂ. ആരുടെയും 5 മണിക്കൂറോ 1 മണിക്കൂർ പോലും 1 മിനിറ്റ് പോലും എക്സ്ട്രാ ഇല്ല. അപ്പം ടാസ്കുകൾ നമ്മൾ എല്ലാവർക്കും ആ രീതിയിൽ തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. ഒരുപാട് പേര് പിന്നെയും ഞാൻ ഹോംവർക്കിലോട്ട് തന്നെ വരുവാണ്. ഈ അവധിക്കാലത്ത് ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് തീർത്ത് വെക്കും എക്സാംസ്. എന്നിട്ട് അവർക്ക് ഇപ്പം വേറെ സ്റ്റേറ്റിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് നാട്ടിൽ പോകാൻ വേണ്ടി അവരങ്ങനെ ചെയ്യും, ഇല്ലെങ്കിൽ കറങ്ങാൻ പോകാൻ വേണ്ടി ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരെല്ലാവരും പെട്ടെന്ന് ഡെഡ് ലൈൻ വെച്ചിട്ട് അവരങ്ങ് ഫ്രീ ആയി. അപ്പൊ ഡെഡ് ലൈൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ വർക്ക് മാറ്റാൻ പറ്റും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, കുറച്ച് അതൊക്കെ നമ്മളുണ്ടല്ലോ പ്രീ പ്ലാൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴും ഞാൻ എക്സാമ്പിൾ അതിന്റെ തന്നെയാണ് പറയുന്നത്. ഹോംവർക്ക് എഴുതാൻ നമ്മുടെ പേന 2 എണ്ണേ ഉള്ളൂ. 8 ഹോംവർക്ക് എഴുതാൻ 2 പേന തികയില്ലാതെ. അപ്പം ഒരു 5 പേനയും കൂടെ നേരത്തെ വാങ്ങിച്ചു വയ്ക്കുക.
ഇതിന് ഓവർ തിങ്ക് ചെയ്യരുത് കേട്ടോ. പക്ഷേ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അത് മാത്രം നമ്മൾ സോൾവ് ചെയ്ത് വെക്കുക. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ആദ്യമേ ഇരുന്ന് കഴിഞ്ഞാൽ പണി പിന്നെയും പഴയതുപോലെ തന്നെയാവും. മനസ്സിലായോ? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തൊക്കെ വരും. പേന ആവശ്യമുള്ളത് ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ബുക്ക്, പേന, പിന്നെ നമ്മുടെ കണ്ടന്റ് എവിടെ നിന്നാണോ അത് ഇത്രയും മാത്രം. ഇത് പിന്നെ ഇരുന്ന് ചെയ്യാനുള്ള ഒരു സ്ഥലവും. ഇത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എല്ലാ കാര്യം. ഇത് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ്. നമ്മുടെ ടാസ്കുകളൊന്നും വർക്കുകളൊന്നും ഇത്ര ഈസി അല്ല, എനിക്കറിയാം. പലർക്കും വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ബട്ട് സി, നമ്മൾ എത്ര സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് അതിനെ എന്താ പറയുക പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ടാസ്കും ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. സോ ദാറ്റ് ഈവൻ എ സ്മോൾ കിഡ് ക്യാൻ ഡു ദാറ്റ് ഫ്രം ദ ബിഗിനിങ്. ഓരോ സ്റ്റെപ്പുകൾ മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് മടി തോന്നില്ല. മടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് ഒരുപാട് വലുതായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയ ടോപ്പിക് അല്ല, എന്നാലും ഇത് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. ഇത് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ പറയുന്നു. താങ്ക് യു ഗൈസ്. ഹോപ്പ്ഫുള്ളി അടുത്ത വീഡിയോ പെട്ടെന്ന് ഇടാം. ബൈ ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം.